ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കുന്നൊരു ഫൈനൽ ആൻസർ കെയാണ്. കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ SSLC ലെവൽ സ്റ്റേജ് 3 വേരിയസ് 6/3/2021 നടന്ന എക്സാമിൻ്റെ ഫൈനൽ ആൻസർ കെ വന്നിട്ടുണ്ട്. 31/2021 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. ഇത് ആൽഫ കോഡ് A ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാർഗി ആനന്ദൻ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ വീരമണി രാജു. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചതാർക്ക്? N പ്രഭാകരൻ. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പരിയാരം. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ത്രിപുര. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയതാര്? ശശി തരൂർ. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ആന്ധ്രാപ്രദേശ്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രി നിയമിതനായത് ആര്? ശിവരാജ് സിംഗ് ചൗഹാൻ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ ശ്രീനിവാസൻ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലി. ഡക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര പൂർവഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി മഹാനദി. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? കടുവ. വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസ ഡി അൽബുക്കർക്ക്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ. ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? വാറൻ ഹേസ്റ്റിംഗ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? കൽക്കട്ട. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത്? ഗ്യാനി സെയിൽ സിംഗ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്? അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം? സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമ്മാർജ്ജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? 19-ാം അനുച്ഛേദം.
ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി. രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ. പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിന്റെ തെക്കുവടക്ക് നീളം ഡാഷ് കിലോമീറ്റർ ആണ്? 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്? ഏറനാട്. കേരളത്തിലെ ചിറാപുഞ്ചി എന്ന് അറിയപ്പെടുന്ന സ്ഥലം? ലക്കിടി, വയനാട്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്? എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം? കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊച്ചി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല? പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഫറോക്ക്, പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ? AK ഗോപാലൻ. സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്? അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചതാരെ? അക്കാമച്ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആണ്? ആഗമാനന്ദ സ്വാമി. തൂവൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചതാരെ? വൈകുണ്ഠസ്വാമി. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്? അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. പഴശ്ശികലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്? MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവിഭാഗക്കാർ? കുറിച്യരും കുറുമ്പരും. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കിടന്ന സംഭവം ഏത്? മലയാളി മെമ്മോറിയൽ. മനുഷ്യരുടെ വായിലെ ഉളിപ്പള്ളികളുടെ എണ്ണം എത്ര? 8. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം? പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം? ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ്? സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്? പാറ്റല്ലേ. ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ A ആയി മാറുന്നത്? കരൾ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം? ജീവകം D. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? അനുയാത്ര. ഹരിതഗ്രഹവാതങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്? നൈട്രജൻ. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക? ഇലക്ട്രോൺ. ഇരുമ്പിന്റെ ധാതുവാണ്? ഹേമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത്? ഹൈഡ്രജൻ.
വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം. സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. ഓക്സിജൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ. ഐൻസ്റ്റീൻ. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം. ഈ ക്വസ്റ്റ്യൻ PSC ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ബലം. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. താഴെ തന്നിരിക്കുന്നതിൽ 12 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏത്? 26, 83, 200. വില കാണുക. 23.08 പ്ലസ് 8.009 പ്ലസ് ഹാഫ് 31.589. 1.004 മൈനസ് 0.0542 0.9498. 3 കിലോഗ്രാം അരിയുടെ വില 27.36 രൂപയായാൽ 10 കിലോഗ്രാം അരിയുടെ വില എന്ത്? 91.2 രൂപ. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? 18/19. ഒരു നിശ്ചിത തുക എയ്ക്കും ബിക്കുമായി 3:27 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും എയ്ക്ക് ലഭിക്കുക? 1/10. 12 സംഖ്യകളുടെ ശരാശരി 20. ഒരു സംഖ്യയോട് ചേർത്തപ്പോൾ ശരാശരി 19 എന്ന് കിട്ടി. എങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ ഏത്? 7. ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും 10% ഡിസ്കൗണ്ട് കൂടി അനുവദിച്ചു. ടീ ക്ലോക്ക് 108 രൂപയ്ക്ക് വിറ്റാൽ അതിൻ്റെ പരസ്യവില എത്ര? 150 രൂപ. ഒരാൾ ഓഫീസിലേക്ക് 35 km/മണിക്കൂർ വേഗത്തിൽ പോകുന്നു. തിരിച്ചു വീട്ടിലേക്ക് 15 km/മണിക്കൂർ വേഗത്തിലും 2 യാത്രയും കൂടി 4 മണിക്കൂർ വേണ്ടി വന്നെങ്കിൽ അയാളുടെ ഓഫീസും വീടും തമ്മിലുള്ള അകലം എത്ര? 42 കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ ഒഴുക്കിന് അനുകൂലമായി 11 കിലോമീറ്ററും ഒഴുക്കിനെതിരെ 5 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ബോട്ട് നിശ്ചല ജലത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കും? 8 km/മണിക്കൂർ. A = അധികം, B = ന്യൂനം, C = ഗുണനം, D = ഹരണം ആയാൽ 18C, 14A, 6B, 16D, 4ൻ്റെ വില എന്ത്? 254. 1 × 2 = 5, 2 × 1 ആയാൽ 3 × 5 എത്ര? 13. സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. 2, 3, 5, 7, 11 ഡാഷ് 13. ഒരു കോഡ് രീതിയിൽ എഡ്യൂക്കേഷനെ OPJ, UB, DV, EF എന്ന് എഴുതാമെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ എങ്ങനെ എഴുതാം? TS, FUV, QN, PD. തന്നിരിക്കുന്ന വാക്കിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. നോളജ്. ലോഡ്ജ്. ഒറ്റയാനെ കണ്ടെത്തുക. ആസ്ട്രോളജി. ഒറ്റയാനെ കണ്ടെത്തുക. മഞ്ഞ. 42 പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്ക് പരീക്ഷയിൽ ദിലീപിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 18ാമതാണെങ്കിൽ പിന്നിൽ നിന്ന് കണക്കാക്കിയാൽ ദിലീപിൻ്റെ സ്ഥാനം എത്ര? 25. അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛൻ്റെ ഇപ്പോഴത്തെ പ്രായം 54. എങ്കിൽ മകൻ്റെ പ്രായം എന്ത്? 27. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ മൂന്നാമത് വരുന്ന വാക്ക് ഏത്? സ്റ്റെം.